നമസ്കാരം മലയാളം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റോക്ക് ഒരു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് പരിചയപ്പെടുത്താനാണ്. സ്റ്റോക്കിൻ്റെ പേര് തിലക് നഗർ ഇൻഡസ്ട്രീസ്. അത് നമ്മുടെ പ്രേക്ഷകർ ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുള്ള ഒരു ഇതാണ്. ലിക്കർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ബ്രാൻഡി, വിസ്കി, ജിംനി, റമ്മ്, അങ്ങനെയുള്ള പലതരം ഈ സെക്ടറിലും പല ഇതിലും സെഗ്മെൻറ്റിലും വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കമ്പനിയാണ്. പക്ഷേ അവരുടെ മെയിൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവരുടെ മെയിൻ എന്ന് പറയുന്നത് ബ്രാൻഡിയാണ്. മലയാളികളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് MH എന്ന് ഓമന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മാൻഷൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡി. നമ്മുടെ നാട്ടിൽ ഫേമസ് ആണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ആന്ധ്രാപ്രദേശ് അവിടെ അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ അവർ മെയിനായിട്ട് നടക്കുന്നത്. പക്ഷേ ഈ കമ്പനി ബേസ്ഡ് മഹാരാഷ്ട്രയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-90 കൊല്ലമായിട്ട് ഉള്ളൊരു കമ്പനി തന്നെയാണ്. പക്ഷേ അന്ന് ഇതൊരു ഷുഗർ ബേസ്ഡ് കമ്പനിയായിരുന്നു. പക്ഷേ അതിന് ശേഷം അവർ പേരൊക്കെ മാറ്റി തിലക് നഗർ ഇൻഡസ്ട്രീസ് എന്നുള്ള പേരിട്ട് ഇപ്പോൾ ഒരു ഈ വിസ്കി, ബ്രാൻഡി ഇങ്ങനെയുള്ള സെഗ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യണം. അപ്പോൾ ഈ കമ്പനി ഞാനിപ്പോൾ ഇത് കൊണ്ടുവരാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഗ്രോത്ത് തന്നെയാണ്. മാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജി, ഇവരുടെ ഗ്രോത്ത്, അതൊക്കെ നമ്മൾ പറയുമ്പോൾ 2015 മുതൽ 2025 മുതലുള്ള ഇവരെ മൊത്തം ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 2015 748 കോടി അവരുടെ റവന്യൂ. അതിൽ 50 ചില്ലാൻ കോടിയാണ് അവരുടെ നെറ്റ് പ്രോഫിറ്റായിട്ട് അന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അത് നോക്കുമ്പോൾ ഏകദേശം 1434 കോടിയുടെ റവന്യൂ ആണ് ഇപ്പോൾ അവർ ജനറേറ്റ് ചെയ്യണത് കഴിഞ്ഞ 2025 സാമ്പത്തിക വർഷം. അപ്പോൾ അതിൽ വന്നിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റിങ്. അതായത് 270 കോടിയോളം പ്രോഫിറ്റാണ് അവർക്ക് അത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ ഒരു കമ്പനി ഒരു ഡെറ്റ് ഫ്രീ എന്ന് തന്നെ പറയാം. അതാണ് മെയിൻ കാരണം. അതായത് 2015 ഏകദേശം അവർക്ക് 800 കോടിയുടെ ഒരു ഡെറ്റ് ഉണ്ടായിരുന്നു. അതായത് അവരുടെ ആ സമയത്തൊക്കെ അവരുടെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ അത് വെറും 44-45 കോടി ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അതന്നെയാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. കാരണം കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് ഗ്രാജ്വലി അത് ഒരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നമ്മുടെ ശിവാശ്രീകളൊക്കെ ഉണ്ടാക്കുന്ന ഈ അവരുടെ ആ ഒരു കമ്പനി ഉണ്ടല്ലോ, മറ്റേ ഈ പ്രണോദ് റിക്കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീനെ, അതായത് പ്രണോദ് റിക്കാർഡ് അവർ ഇന്ത്യൻ കമ്പനീനെ, അതായത് അവർ മെയിനായിട്ട് ഒരു ബ്രാൻഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇമ്പീരിയൽ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് അവരൊരു വിസ്കി ഉണ്ട് ഈ പറയുന്ന കമ്പനിയുടെ. അതിനെ ഇവർ ഏറ്റെടുക്കാൻ അക്വിസിഷൻ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഇന്ത്യയിൽ മാർക്കറ്റ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു കമ്പനീനെ ഇവർ ഏറ്റെടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രാൻഡി മാർക്കറ്റ് എന്നുള്ളത് മാറിയിട്ട് ഒരു കുറച്ചും കൂടിയും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് വിസ്കി ഉണ്ട് ഓൾറെഡി, പക്ഷേ ഇവരെ ആ ഒരു മാർക്കറ്റിൽ കുറച്ചും കൂടിയും എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇത്. പക്ഷേ ഇതിന് വലിയൊരു കോസ്റ്റ് ഉണ്ട്. അതായത് 4000 സംതിങ് കോടി ഇതാണ് അതിൻ്റെ ആ ഒരു ഡീലിന് ഏകദേശം വരുന്നത്, ഒരു എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇവരിത് ചെയ്യാൻ പോകുന്നത് പല ഈ ഫണ്ട് റേസിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് സക്സസ് ആയിട്ട് നടക്കാനതിന് സാധ്യത, അതിൽ വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. പിന്നെ ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ലാസ്റ്റ് പേപ്പറുകളും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ അപ്രൂവൽ സ്റ്റേജിലാണ്. എനിക്ക് തോന്നുന്നു ഡിസംബറോടുകൂടിയൊക്കെ അതൊരു അപ്രൂവൽ വരാനാണ് സാധ്യത. അപ്പോൾ അതാണ് ഈ കമ്പനിയുടെ മെയിൻ ഒരു അട്രാക്ഷനായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവർ ആന്ധ്രാപ്രദേശിലുള്ള പ്ലാന്റിലൊക്കെ ഇപ്പോൾ നിലവിൽ 6 ലക്ഷം കേസ് ഈ ഉൽപ്പാദനം നടക്കുന്നുണ്ടെങ്കിൽ അത് 36 ലക്ഷം കേസ് ആക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ഇതാണ് അവരുടെ പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കാനുള്ളതും, അല്ലെങ്കിൽ ഇത് വലിയൊരു ബിസിനസ് സാധ്യതയാണ് അവിടെ തുറന്നെടുക്കുന്നത്. കാരണം വെറും 6 ലക്ഷത്തിൽ നിന്ന് 36 ലക്ഷം ആവുമെന്ന് പറഞ്ഞാൽ 6 ഇരട്ടിയോളം ഏകദേശം ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ 6 ഇരട്ടി ബിസിനസ് അവർ അവിടെ ഉണ്ട് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരത് ആ പ്രൊഡക്ഷൻ കൂട്ടുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവ് വശമാണ് കാണുന്നത്. അതെങ്ങനെ അവർ എങ്ങനെ അവരത്
അത് മൊത്തത്തിൽ ഒരു മാർക്കറ്റിനെ അത് എങ്ങനെ അവർ അഡ്വർട്ടൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരെങ്ങനെ അത് ക്യാപ്ചർ ചെയ്യുന്നുള്ളത് നമുക്ക് കുറച്ച് മാസങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും. അത് എനിക്ക് തോന്നുന്നു ഒരു 2-3 ക്വാർട്ടറിനുള്ളിൽ അതിനെ മനസ്സിലാവാനാണ് സാധ്യത. പിന്നെ ഇതിൻ്റെ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫണ്ടമെൻ്റൽ പറയുമ്പോൾ ഇതിൻ്റെ പി റേഷ്യോ വരുന്നത് 34. അതായത് ഇവരുടെ കോമ്പറ്റീറ്ററായിട്ടുള്ള യുണൈറ്റഡ് സ്പിരിറ്റ്സ് അല്ലെങ്കിൽ യുണൈറ്റഡ് ബ്യൂവറീസ് അല്ലെങ്കിൽ റാഡിക്കോ കെയ്ത്താൻ ഇങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ പി റേഷ്യോ എന്ന് പറയുന്നത് 100 അല്ലെങ്കിൽ ആ റേഞ്ചിലൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ വെറും 34 ആ റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നത്. അത് വലിയൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ 530 വരെ പോയിട്ട് ഇപ്പോൾ ഒരു 490 റേഞ്ചിലാണ് ഈ പ്രൈസ് നിൽക്കുന്നത് കമ്പനിയുടെ ഇപ്പോഴത്തെ മറ്റേ സ്റ്റോക്ക് പ്രൈസ്. അപ്പോൾ ഇന്ന് മുഹൂർത്ത ട്രേഡിലും കുറച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതും ഇപ്പോഴത്തെ നിലവിലും അതൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രൈസ് തന്നെയായിട്ട് തോന്നുന്നത്. കാരണം ഇനിയും ഇത് ഒരു മേലേക്ക് പോകാനാണ് സാധ്യത. പിന്നെ ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 10,000 കോടിക്ക് താഴെ വരുന്നുള്ളൂ. ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി എന്ന് പറയാം ശരിക്കും. മറ്റേ ഇവിടെ യുണൈറ്റഡ് സ്പിരിറ്റ്സും അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു ചെറിയൊരു മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണത്. പിന്നെ ROC 28.2 അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു ഇതാണ്. പിന്നെ ഇവരെ 52 വീക്ക് ലോ എന്ന് പറയുന്നത് 200 ആണ്. ഹൈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 530 വരെ പോയിട്ടാണ് പിന്നെ 440 ആ റേഞ്ചിലൊക്കെ വന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ആ ഒരു അപ് ട്രെൻഡിൽ ഇത് വീണ്ടും ഒരു 50 രൂപയോളം കൂടി പെട്ടെന്ന് ഒറ്റ ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് 2021 മുതൽ കണ്ടിന്യൂസ് അവർ അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇതിനിടയ്ക്ക് നല്ലൊരു ഡ്രാസ്റ്റിക് ഇത് വന്നിട്ടുണ്ട്. പക്ഷെ അതെന്നാലും ഒരു ടെമ്പററി ആയിട്ട് വന്നിട്ട് പിന്നെ വീണ്ടും കയറി ഉണ്ടായത്. അപ്പോൾ ഇനി ഇതിൽ ഞാനിവരുടെ റവന്യൂ പറയുകയാണെങ്കിൽ 2015 700 സംതിങ് കോടിയാണ് ഇവരുടെ റവന്യൂ ഉണ്ടായിരുന്നത്. അത് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് 50 സംതിങ് ക്രോർ. അത് 2025 ആകുമ്പോഴേക്കും അവരുടെ ആ ഒരു ഇയറിൽ നോക്കുമ്പോൾ ഏകദേശം 1400 സംതിങ്, അതായത് ഏകദേശം ഓൾമോസ്റ്റ് ഡബിൾ ആ റേഞ്ചിലും വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർ പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കൂടി 270 കോടിയോളം പ്രോഫിറ്റിലേക്ക് വന്നു. കമ്പയർ ടു 2015 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇതിലാണ്. അത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഇവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന ഒരു സമയമായിരുന്നു. അത് പലപ്പോഴും അറിയാലോ, ഒരു കമ്പനിയുടെ ഒരു ഏറ്റവും നല്ല സ്റ്റേജിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് നല്ല ഡെറ്റ് ഉണ്ടായിരുന്നു. അവരെ ആ സമയത്തുള്ള ബോറോയിങ് എന്ന് പറയുന്നത് ഏകദേശം 800 സംതിങ് കോടിയായിരുന്നു. അത് മാറിയിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വെറും 44-45 കോടിയുടെ ബോറോയിങ്ങാണ്. അത് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒരു ബർഡൻ അവരെ അത് ഒഴിവായി. അതുകൊണ്ടാണ് ഈ പ്രോഫിറ്റിൽ ഇത്രയും വലിയൊരു മാർജിൻ അവിടെ കാണുന്നത്. അപ്പോൾ അത് ഒരു പോസിറ്റീവ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ EPS പിന്നെ അതേപോലെ തന്നെ 2015 3.22 ഉണ്ടായിരുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ 14.3 ആ റേഞ്ചിൽ 10 വർഷം കൊണ്ട് അവരത് വലിയ കാര്യമായിട്ട് ഒരു മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോക്കിൻ്റെ നമ്മൾ CAGR മറ്റേ ഈ ആനുവൽ ഗ്രോത്ത് എടുത്തു നോക്കുമ്പോൾ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് എടുത്ത് നോക്കുമ്പോൾ 10 വർഷത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത് 34% ആണ്. അത് കഴിഞ്ഞിട്ട് ഈ 5 വർഷത്തെ ഗ്രോത്ത് നോക്കുമ്പോൾ 90 സംതിങ് %. 3 വർഷത്തെ നോക്കുമ്പോൾ നമുക്കൊരു 70 മോർ ദാൻ 70% ഗ്രോത്ത്. അത് വലിയൊരു അട്രാക്ഷനാണ് ഈ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ഞാനീ പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ മാത്രം കാര്യമാണ്. ഞാൻ ഈ ചാനലിൽ ട്രേഡിങ്ങോ അല്ലെങ്കിൽ സിങ് ട്രേഡിങ്ങോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കിയോ. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ഒറ്റ കൺസെപ്റ്റിലാണ് ഞാൻ ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് നിങ്ങളത് കാണേണ്ടത്. പിന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഇത് റെക്കമെൻഡേഷനും അല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർമാരായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് അഡ്വൈസറായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ മാത്രം ഇഷ്ടം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇവരുടെ ഇപ്പോൾ ഈ ഒരു നമ്മുടെ ബ്രാൻഡി മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ലിക്കർ മാർക്കറ്റിൻ്റെ ഒരു ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മുടെ മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ ഇൻകം കൂടുന്നുണ്ട് ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് റൂറൽ ഏരിയയിൽ. അപ്പോൾ അവിടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ആളുകളുടെ
ഈ ലൈഫ് ചേഞ്ചസ് വരും. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നോർമലി ഒരു ലോക്കൽ ഒരു മദ്യം കുടിക്കുന്ന ഒരാൾ അതൊരു കുറച്ചും കൂടിയും ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അതൊരു ബ്രാൻഡഡ് ഇതിലേക്ക് വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷനാണ് ഈ പറയുന്ന ഈ കമ്പനി. ഇത് അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, അങ്ങനെയാണ് ഈ കാറ്റഗറി വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ബ്രാൻഡഡ് എന്നുള്ള രീതിയിലാണ് ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ MH എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇമ്പീരിയൽ ബ്ലൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അവിടെ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യും. സാധാരണ ഒരു ലോക്കൽ നമ്മൾ പറയുന്ന പോലെ കൂതരല്ല എന്ന് പറയാം, അങ്ങനത്തെ ഒരു സാധനമായിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കുറച്ച് റിസ്ക് ഉണ്ട്. റിസ്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്നാമത് റോ മെറ്റീരിയൽ, അതായത് ഇതിൻ്റെ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൊളാസിസ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിൽ വരുന്ന വേരിയേഷൻസ് അതൊരു ഇതാണ്. പിന്നെ പോളിസി ചേഞ്ചസ് പല സമയത്തും ഈ ആൽക്കഹോൾ ഇപ്പോഴും GST അണ്ടറിലല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ GST അണ്ടറിലല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലെപ്പോൾ വേണമെങ്കിലും പല സ്റ്റേറ്റുകളും പല തീരുമാനങ്ങളും എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പണ്ട് ആൻ്റണി ഗവൺമെൻറ് മറ്റേ ചാരായം നിരോധിച്ച പോലെയൊക്കെ ഏതെങ്കിലും ഗവൺമെൻറ് കുറച്ച് നാളത്തിന് പ്രായോഗികമല്ലാന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ചിലപ്പോൾ ഒരു ഷോർട്ട് ടൈം ഇതിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എഫക്റ്റ് ഈ ഗവൺമെൻറ് പല പാർട്ടികളും ഒരു 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 സൈക്കോളജിക്കലായിട്ട് ഇത് എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ചെറിയൊരു പാരയായി മാറാം. അതൊന്ന്. പിന്നെ ഇവർ എടുക്കുന്ന അക്യൂസേഷൻ അത് വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ്. ഏകദേശം 4500 അല്ലെങ്കിൽ 4500 അടുത്ത് കോടി. അതാണ് ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 50% ആ റേഞ്ചിൽ ഇവിടെ എടുക്കുന്ന റിസ്ക്. അതിൻ്റെ സ്ട്രാറ്റജി അതിനനുസരിച്ചിരിക്കും ഈ കമ്പനിയുടെ മുന്നോട്ടുള്ള പോക്ക്. അതായത് ഈ കമ്പനി ഇനി അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഇമ്പീരിയൽ ബ്ലൂ ഇവരുടെ പോർട്ട്ഫോളിയോയിൽ വരുമ്പോൾ ഈ ഇമ്പീരിയൽ ബ്ലൂവിനെ ഇപ്പോൾ നമ്മുടെ ഈ മറ്റേ ഇപ്പോൾ ഇതിലും ഈ മുന്നത്തെ കമ്പനി എങ്ങനെയാണ് ചെയ്തിട്ടുള്ള ആ മാർക്കറ്റിംഗ് തന്ത്രം ഇവർക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ഇവർ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എത്ര സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ എത്ര മാർക്കറ്റ് ഷെയർ പിടിക്കാൻ പറ്റും, അതൊക്കെ ഒരു റിസ്ക്കാണ്. പിന്നെ വേറൊരു കേസുള്ളത്, ഇപ്പോൾ ഒരു വലിയൊരു ഹ്യൂജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 ലക്ഷം മുതൽ 36 ലക്ഷം കേസ് വരെ അവർ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. വലിയൊരു ഹ്യൂജ് ചേഞ്ച്. ആ ചേഞ്ച് ഇവർക്ക് എങ്ങനെ അതും ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതൊരു പോയിൻ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്കിതിൽ ഒരു റിസ്ക് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കമ്പനി ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു വളർച്ചയും ഇന്ത്യയുടെ ഒരു റൂറൽ ഏരിയയിലുള്ള ബൈയിങ് കപ്പാസിറ്റി കൂടുന്നതും വളരെയധികം ഒരു ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഈ കമ്പനീനെ, പ്രത്യേകിച്ച് ലിക്കർ കമ്പനി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ, അതായത് ഇന്ത്യയിലുള്ള ജനങ്ങൾ ഒരു സോഷ്യൽ ഇതിലേക്ക് വരികയാണ്. അപ്പോൾ അതിനെ ലിക്കർ വളരെ അത്യന്താപേക്ഷിതമായിട്ട് മാറണം. അപ്പോൾ അതും ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യും. ഈ ഒരു സെക്ടറിനെയും ഏറ്റവും നല്ല രീതിയിൽ അടുത്ത വർഷങ്ങൾ ഇന്ത്യയിൽ നന്നായി വരാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതെൻ്റെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റോക്ക്. നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്യുക, നിങ്ങളുടെ അനലൈസ് ചെയ്യുക, അഡ്വൈസ് എടുക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അല്ല, ഞാനിപ്പോൾ വീണ്ടും പറയണത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. താങ്ക് യു.